ആരാണ് ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ആരാണ് ഒരു തീവ്രവാദി? ഇപ്പം ഈ വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം എന്നെ ഗൂഗിൾ നേരെ കൊണ്ടുപോയത് FBI-യുടെ വെബ്സൈറ്റിലേക്കാണ്. FBI ടെററിസത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിനെ കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ ആശയപരമായ താല്പര്യങ്ങൾ ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പൊതുജനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ പറയുന്ന, അവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടെററിസ്റ്റ്. ഇവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്നതാണ് ടെററിസം. ടെററിസ്റ്റ് എന്നതിനോട് കൂടി കൂട്ടിവായിക്കാൻ പറ്റുന്ന വേറൊരു വാക്കാണ് എക്സ്ട്രീമിസ്റ്റ്. എന്ന് വെച്ചാൽ തീവ്രമായി ഒരു ആശയത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളെ നമുക്ക് എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കാം. ആരാണ് ഒരു എക്സ്ട്രീമിസ്റ്റ്? ഇവർ വിശ്വസിക്കുന്നതാണ് ഇവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരുടെ മതം അല്ലെങ്കിൽ ഇവരുടെ ആശയം അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റിയാണ് ഇവരുടെ. അപ്പം ഇവരുടെ ആശയങ്ങൾ ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും. അപ്പം ഈ ഒരു മെന്റാലിറ്റി ഉള്ളവരെ നമുക്ക് എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കാം. അപ്പം നമ്മൾ കരുതുന്ന പോലെ ഈ ബോംബ് പൊട്ടിക്കുകയോ ആൾക്കാരെ ഇങ്ങനെ കൊല്ലുകയോ അത് ചെയ്യുന്നവർ മാത്രമല്ല ടെററിസ്റ്റ്. നമ്മൾ ഈ മേളിൽ പറഞ്ഞ ഡെഫിനേഷൻസ് വെച്ച് നമുക്ക് ഒരു സിനാരിയോ വെറുതെ ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരം നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന്റെ നേതാവ് പറയുകയാണ്, നമ്മുടെ പാർട്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. അപ്പോൾ ഈ ദിവസം ഒറ്റയെടുത്തും പുറത്തിറങ്ങില്ല, എന്താ പറയുക, എല്ലാവരും വീട്ടിൽ ഇരുന്നോണം, ആരും കടകൾ തുറക്കില്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും നടക്കില്ല, ഗതാഗതം സ്തംഭിപ്പിക്കണം. ഇങ്ങനെ പറയുന്ന ഒരു നേതാവിനെ നമ്മൾ ഈ മേളിൽ പറയുന്ന ഡെഫിനേഷൻ വെച്ച് നമുക്ക് എക്സ്ട്രീമിസ്റ്റ് എന്ന് വിളിക്കാം. ഇനി ആ ദിവസം ആരെങ്കിലും പുറത്തിറങ്ങി നോക്കുക, ഓക്കെ, അപ്പൊ തന്നെ ഈ പാർട്ടിക്കാരെല്ലാം കൂടെ വന്ന് ഇവരെ ചവിട്ടിക്കൂട്ടി എന്താ പറയുക ഇടിച്ചൊരു മൂലക്കിടുന്നു, പബ്ലിക് ട്രാൻസ്പോർട്ട് നേരെ കല്ലെറിയുന്നു, അല്ലെങ്കിൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നേരെ ആക്രമണം നടത്തുന്നു. ഇവർ നടത്തുന്ന ആക്രമണങ്ങൾ മൂലം കുറെ ആളുകൾ മരിക്കുന്ന കുറെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ഇവരെ എല്ലാം ഈ മേളിൽ പറയുന്ന ഡെഫിനേഷൻ വെച്ച് നമുക്ക് തീവ്രവാദികളായിട്ട് കണക്കാക്കാം. അപ്പം രാഷ്ട്രീയ പാർട്ടി എന്തും ആയിക്കോട്ടെ, മതസംഘടനകൾ ഏതും ആയിക്കോട്ടെ, അവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തീവ്രവാദം എന്ന് പറയുന്ന വാക്കിന്റെ അടിയിൽ വരും. ഈ പ്രവൃത്തികളെല്ലാം തീവ്രവാദപരമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് വേറെ കുറെ ആൾക്കാരുടെ വിശ്വാസങ്ങൾക്കെതിരായിരിക്കാം, അവരെ ഹർട്ട് ചെയ്ത് കാണും, വാട്ടവർ. അപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ഓക്കെ അയാൾ പോസ്റ്റ് ചെയ്ത് നമ്മുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി, അതുകൊണ്ട് പോസ്റ്റ് ചെയ്തവനെ തട്ടും എന്നൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർ പോലും ഈ തീവ്രവാദികളുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. നമ്മൾ ഓർക്കും ഇവർ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞല്ലേ ഉള്ളൂ, ഇവര് റിയൽ ലൈഫിൽ ആളെ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയല്ല, ഇവരുടെ ഐഡിയോളജി ഇതാണ്. ഇങ്ങനെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ പറഞ്ഞവനെ തട്ടിക്കളയും എന്ന് സോഷ്യൽ മീഡിയ ഒരാൾ വെറുതെ പറയുവാണെങ്കിൽ പോലും നമ്മൾ ഈ മേളിൽ പറയുന്ന ഡെഫിനേഷൻ വെച്ച് അല്ലെങ്കിൽ FBI-യുടെ ടെററിസം എന്ന വാക്കിന്റെ ഡെഫിനേഷൻ വെച്ച് അവർ കാണിക്കുന്നതും തീവ്രവാദപരമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ടെന്നും ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് അടിച്ചു തീർക്കാതെ ഈ 2026-ലെങ്കിലും നമ്മൾ പറഞ്ഞു തീർക്കാൻ പഠിക്കണം. അപ്പോൾ ഇതിന്റെ ഇങ്ങനെ ഒരു വാക്ക് കണ്ടപ്പോൾ അതിന്റെ അർത്ഥം കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് പങ്കുവയ്ക്കണം തോന്നി, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തതാണ്. ചിയേഴ്സ്.